ഓരോ 40 സെക്കൻഡിലും ലോകത്തിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് എവിടെ വെച്ച് വേണമെങ്കിൽ സംഭവിക്കാം. ഓഫീസിലാവാം, വീട്ടിലാവാം, ഷോപ്പിങ്ങിൻ്റെ ഇടയിലാവാം, ഉറക്കത്തിൽ വരെ സംഭവിക്കാം. ഞാൻ ഡോക്ടർ ജിഷാവി, വൈറ്റാലിസ് ഹെൽത്ത് കല്ലൂരിലെ ഫാമിലി ഡോക്ടറാണ്. ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് സ്ട്രോക്ക് വന്നാൽ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അയാളെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം, സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്ട്രോക്ക്? ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് നിന്ന് പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. ഇതുപോലെ തന്നെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് നിന്ന് പോകുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിന്ന് പോകുമ്പോൾ ബ്രെയിൻ സെല്ലുകൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ഇതുകൊണ്ട് തന്നെ ബ്രെയിൻ സെല്ലുകൾ പെട്ടെന്ന് തന്നെ ഡെഡ് ആവുകയും ചെയ്യാം. ഇത് കാരണം കൊണ്ട് തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള റിസ്ക് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഒരു റിസ്ക് ഫാക്ടറാണ്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സ്ട്രോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരാളുടെ ഷുഗർ, കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, സ്മോക്കിങ്, ഇതൊക്കെയും സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി കാരണമുള്ള റിസ്ക് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്ക് സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ സെല്ലുകൾക്ക് ഓക്സിജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് കൂടുന്നതാണ്. ഇതുകൊണ്ട് തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തിങ്കിങ് ഫാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഫാസ്റ്റ്? സ്ട്രോക്കിൻ്റെ സിംറ്റംസിൻ്റെ ഒരു ആക്രോണിമാണിത്. എഫ് എന്ന് വെച്ചാൽ ഫേസ് ഡ്രോപ്പിംഗ്. മുഖത്തിൻ്റെ ഒരു സൈഡിലേക്കുള്ള കോടി പോകുന്നതിനെയാണ് ഫേസ് ഡ്രോപ്പിംഗ് എന്ന് പറയുക. എ, ആം വീക്ക്നെസ്, കൈയും കാലും രണ്ടും തളർച്ചയുണ്ടാവാം. എസ്, സ്ലറിങ് ഓഫ് സ്പീച്ച്, സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ടി, ടൈം ടു കോൾ ആൻ ആംബുലൻസ്, പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഈ സിംറ്റംസ് ഉള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. വിത്തിൻ 3 hours എങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോട്ടിനെ അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാനും അതുകൊണ്ട് തന്നെ സിംറ്റംസിനെ പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാനും പറ്റുന്നതാണ്. സ്ട്രോക്ക് വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെല്ലുകൾ ഡാമേജ് ആവുന്നു. ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഡാമേജ് പെർമനൻറ്റുമാണ്. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്ട്രോക്കിനുള്ള ബെസ്റ്റ് മാനേജ്മെൻറ്റ് എപ്പോഴും പ്രിവെൻഷനാണ്. സ്ട്രോക്കിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് കൃത്യമായി മനസ്സിലാക്കുക. ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതൊക്കെയും കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന omega-3 ഫാറ്റി ആസിഡ്സും സ്ട്രോക്ക് വരാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ സ്ട്രോക്കിന് റിസ്ക് കൂട്ടുന്ന ബാഡ് ഹാബിറ്റ്സായ സ്മോക്കിങ്, ആൽക്കഹോൾ ഇതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത നല്ലൊരു ശതമാനം കുറയ്ക്കാൻ പറ്റുന്നതാണ്. സ്ട്രോക്ക് പോലെയുള്ള പല എമർജൻസീസും നേരത്തെ കണ്ടുള്ള ആക്ഷൻസ് കൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ അഡ്വൈസസിനും ഹെൽത്ത് ഇൻഫർമേഷനും വേണ്ടിയിട്ട് വൈറ്റാലിസ് ഹെൽത്തിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.